അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ജബ്ബാർ മാഷിൻ്റെ വീഡിയോ ആണ് പരിശോധിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മതം സ്ഥാപിച്ചതുകൊണ്ട് എന്താണ് നേടിയത്, നല്ല ആഡംബര ജീവിതമോ അല്ലെങ്കിൽ സുഖസമൃദ്ധിയുള്ളൊരു ജീവിതമോ അദ്ദേഹം ജീവിച്ചതായിട്ട് നമ്മുടെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. എങ്കിൽ വളരെ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്ന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിന് ഇത്തരത്തിലൊരു മതം സൃഷ്ടിക്കുകയും അതിലൂടെ തൻ്റെ ചുറ്റുമുള്ള ആളുകളെ ശത്രുക്കളാക്കുകയും അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധികളെല്ലാം തന്നെ ഇല്ലാത്തൊരു തരം ജീവിതം ജീവിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ള വിശ്വാസികളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാം ജബ്ബാർ മാഷ് ഇതിനുള്ള ഉത്തരം പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് മക്കയിലെ പെർസിക്യൂഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പീഡനം കാരണമൊന്നുമല്ല. മക്കയിൽ മുഹമ്മദിന് പീഡനം ഏൽക്കുമായിരുന്നെങ്കിൽ മുഹമ്മദ് അവിടെ ജീവിച്ചിരിക്കുമായിരുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ജബ്ബാർ മാഷി പറഞ്ഞിട്ടുള്ളത് മദീനയിലേക്ക് പ്രവാചകൻ പോകാൻ കാരണം അവിടെയുള്ള പീഡനങ്ങളല്ല, പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രവാചകൻ അവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന നിലയ്ക്കൊക്കെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജാഹിലിയത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്കെന്താ തോന്നുന്നതെന്ന് അറിയാം, ഇത്രയും നല്ലൊരു മനുഷ്യന്മാർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ്. ജബ്ബാർ മാഷിന് ജാഹിലിയത്തിലുള്ള ആളുകളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മതത്തെയും വിമർശിക്കുന്ന ആളാണ് ജബ്ബാർ എന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. എങ്കിൽ അവിടെയുള്ള ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ അവർ ഭയങ്കര പുണ്യാളന്മാരാണ്. അവർ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ കപ്പോസ്തലന്മാരാണ്. ഇവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഈ ആ മതമാണോ ബെസ്റ്റ്? ആ മതത്തിനൊരു കുഴപ്പമില്ല എന്നാണോ ജബ്ബാർ മാഷ് ഇവിടെ പറയുന്നത്? മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇസ്ലാം മതത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ജാഹിലിയത്തിനൊരു പ്രശ്നമില്ല എന്നാണോ ജബ്ബാർ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സംശയം വരുന്നതാണ്. ഇനി അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ അനുയായികളും ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വല്ല അടിയോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അവർ അർഹിക്കുന്നു എന്ന നിലക്കാണ് മൂപ്പര് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവിടെ അവരെ പെർസിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജബ്ബാർ മാഷ് പറയുന്നത്. ജബ്ബാർ മാഷേ, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബോധത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡയറക്റ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ അവസാനം ശ്രമിച്ചു. അതുകൊണ്ടാണ് ലോകത്ത് കുറച്ചെങ്കിലും ഇസ്ലാമിക ചരിത്രം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്, ഒരു ഗോത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗോത്രം മുഴുവൻ മുഹമ്മദ് നബിയെ ആക്രമിച്ച് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഗോത്രത്തിലുള്ള ആളുകൾ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഗോത്രത്തെയോ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള ഓരോ വീരകേസരിയും വന്ന് പ്രവാചകനെ വധിക്കുക എങ്കിൽ പ്രവാചക കുടുംബത്തിന് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന അവസാനത്തെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി അവർ വന്നത്. അവിടെ പ്രവാചകൻ കിടക്കുന്ന അവിടെ അലി റളിയല്ലാഹു അൻഹു കിടക്കുകയും പ്രവാചകൻ തന്ത്രപരമായി അവിടുന്ന് രക്ഷപ്പെടുകയും മദീനയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തത്. ഇത് മനസ്സിലാക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അതുവരെ പല ആളുകളും പെർസിക്യൂഷനിലേക്ക് പോകാമെന്ന് വെച്ചാൽ പ്രവാചകനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്ന അത്ര അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ വധത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അതാണ് അവിടുത്തെ സോഷ്യൽ സെറ്റപ്പ് എന്ന് പറയുന്നത്, അവിടുത്തെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തനിക്കെതിരെ ആണെങ്കിൽ പോലും അവൻ എൻ്റെ കുടുംബത്തിലായതുകൊണ്ട് തന്നെ പ്രവാചകനെ ആരെങ്കിലും വധിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവനെ തിരിച്ച് ആക്രമിച്ച് വധിച്ച് കളയുക തന്നെ ചെയ്യും. ആര്? പ്രവാചകൻ്റെ കുടുംബക്കാർ, പ്രവാചകൻ്റെ ഗോത്രം. ഇതിനെ ഭയന്നുകൊണ്ടാണ് പലപ്പോഴും പ്രവാചകനെ വധിക്കാൻ ആരും തുനിയാതിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഉമർ അൽ ഫാറൂഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായിട്ടാണ് പോകുന്നത്. ഇവിടെ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മുഹമ്മദിനെ നീ വധിച്ചു കളഞ്ഞാൽ മുഹമ്മദിൻ്റെ കുടുംബം നിന്നെ വെറുതെ വിടുമോ എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഉക്കാൾ ചന്തയിൽ വെല്ലാൻ ആരുമില്ലാത്ത വീരശൂരപരാക്രമിയായ ഉമറിനോട് പോലും ഈ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അതാണ് കുടുംബത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുഹമ്മദ് പറയുന്നത് നമുക്കെതിരാണെങ്കിൽ പോലും, ഈ കുടുംബത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നതിനാണെങ്കിൽ പോലും, മുഹമ്മദിനെ ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
അവിടെ അവനെ തിരിച്ച് വധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അന്നത്തെ കുടുംബത്തിൻ്റെ സംവിധാനം. അന്ന് നല്ല ഇവിടെ ഞാൻ പറഞ്ഞത് കുടുംബത്തിൻ്റെ ഒരു സിസ്റ്റമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പ്രവാചകനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാതിരുന്നത് എന്നുള്ളത് ജബ്ബാർ മാഷ് മനസ്സിലാക്കണം. മദീനയിൽ കൃത്യമായ അഭയം ലഭിച്ചു. ആ അഭയം ലഭിക്കുന്നത് പോലും അവരുമായിട്ട് സന്ധി ഉണ്ടാക്കിക്കൊണ്ടാണ്. ആ സന്ധിയിലെ വ്യവസ്ഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെയും ചതിക്കാനുള്ള പ്ലാനായിരുന്നു എന്ന്. ഇനിയും മദീനയിൽ എത്തിയതോടു കൂടിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും ചതിക്കാൻ നോക്കി. എന്താണ് അങ്ങനെയുള്ള കുറേ സന്ധികൾ ഉണ്ടാക്കി ചതിച്ചു എന്നാണ്. എന്താണ് ചതിച്ചത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന് പറയുന്ന മദീന ചാർട്ടർ എന്ന് പറയുന്ന ഒന്നുണ്ടാക്കി. അതിലെവിടെയാണ് ചതി കിടക്കുന്നത്? അവർക്ക് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രവാചകൻ അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ്. ജൂതന്മാർക്ക് ജൂതന്മാരുടെ ജീവിതം ജീവിക്കാം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ജീവിതം ജീവിക്കാം. മദീനയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നിച്ച് നിൽക്കണം, അവരെ സഹായിക്കരുത് എന്നുള്ള കണ്ടീഷൻസ് ഉള്ള ഒരു ഒരു ചാർട്ടറാണത്. ഇതിലെവിടെയാണ് ചതി കിടക്കുന്നത്? വെറുതെ തട്ടിവിടുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് പറയുമ്പോൾ അങ്ങോട്ട് തട്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കലാണല്ലോ എക്സ് മുസ്ലിങ്ങളുടെയും രവിചന്ദ്രൻ്റെയൊക്കെ പരിപാടി. അതേപോലത്തെ പരിപാടി. ഞാൻ സംഘപരിവാറിൻ്റെ ആളൊന്നല്ല എന്നൊക്കെ പറയും, എന്നിട്ട് എന്ത് ചെയ്യും? സംഘപരിവാറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വിടും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ തട്ടിവിടുക. അപ്പോൾ ഇതൊന്നും പരിശോധിക്കാതെ പഠിക്കാത്ത ആളുകളൊക്കെയാണ്. എന്നാൽ അങ്ങനെയാണ് എന്തോ ഒരു ചതിയൊക്കെ മുഹമ്മദ് അവിടെ നടത്തിയിട്ടുണ്ട് എന്ന നിലക്ക് അവനെ നടന്നോട്ടെ. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് സത്യം. അനുഭവിച്ചിട്ടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഈ ബിലാലിനെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മദ്രസയിലും നമ്മുടെ വയത് പറച്ചിലുകാരുടെ വയതിലും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ബിലാലിനെ കൂട്ടിക്കൊണ്ടുപോയി തല്ലിയതെന്നും ആരാണ് ബിലാലിനെ തല്ലിയതെന്നും എങ്ങനെയാണ് ബിലാലിനെ തല്ലിയത് എന്നും ചരിത്രത്തിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ബിലാലിന് അത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് തോന്നിപ്പോകാം. ബിലാലിനെ തല്ലിയതാരാണ്? എന്തിനാണ് തല്ലിയത്? ബിലാൽ ഒരു അടിമയായിരുന്നു. ബിലാൽ റളിയല്ലാഹുവിനെ പീഡിപ്പിച്ചതിനടക്കം ജബ്ബാർ മാഷ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അത് ബിലാലിനൊക്കെ അത് കൊള്ളേണ്ടത് തന്നെ ആയിരുന്നു എന്ന നിലക്കാണ് മൂപ്പര് സംസാരിക്കുന്നത് തന്നെ. എന്നിട്ട് എവിടെയും കേൾക്കാത്ത, ലോകത്തിൽ എവിടെയും കേൾക്കാത്ത ഒരു കള്ളക്കഥ മൂപ്പര് പടച്ചു വിടുന്നുണ്ട്. എവിടെ നിന്നാണ്? വിക്കി ഇസ്ലാമാണോ ആൻസറി മുസ്ലിം ആണോ എന്നറിയില്ല. ഏതോ ഒരു സൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഷിയാക്കളുടെ ഏതെങ്കിലും പിന്നെ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും. എവിടെ നിന്നാണെന്ന് അറിയില്ല. ഏതായാലും അടിസ്ഥാനരഹിതമായിട്ടുള്ള, നോക്കൂ, ഇവിടെ ബിലാൽ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പിന്നെ അവിടെ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്ന പിന്നെ ഐഡോൾസ്, ബിംബങ്ങളുടെ മേൽ മലമൂത്ര വിസർജനം ചെയ്തു എന്നുള്ളതാണ്. ഖുർആനിൽ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. നിങ്ങൾ മറ്റുള്ള ആളുകൾ ആരാധിക്കുന്നവയെ നിങ്ങൾ അവഹേളിക്കരുത് എന്ന് കൃത്യമായി തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവഹേളിക്കരുത്, വാക്കുകൾ കൊണ്ട് പോലും അവഹേളനം പാടില്ല എങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ സംഭവിക്കുക? ഘടകവിരുദ്ധമാണ്, പച്ചക്കളവാണ് ജബ്ബാർ പറയുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്.